Hi friends, all of you are well. So please subscribe my channel JAF Zone. We have already discussed the 10th physics chapters, electromagnetic induction. Now the topic we are going to discuss is power transmission and distribution. Power transmission and distribution. Power transmission means in the worldwide, electromagnetic induction is used in order to generate electricity. ലോകത്ത് മിക്കവാറും വേൾഡിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് എ സി ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എ സി ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എ സി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ? ദ സെന്റേഴ്സ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ദ സെന്റേഴ്സ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റേഴ്സിന് പറയുന്ന പേരാണ് പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഇഷ്ടം പോലെ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മൂലമറ്റം, പള്ളിവാസൽ, കുറ്റ്യാടി, then Shabarigiri. All these are power stations. In India, in power stations, the electricity is produced 11 kV, 11 kilovolt, that is 11,000 volt and 50 hertz frequency. 11 kV, 11,000 വോൾട്ട് ആണ് നമ്മുടെ പവർ സ്റ്റേഷനിലൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്, വീടുകളിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്ര? 230 വോൾട്ട് ആൻഡ് 50 ഹെർട്സ് ഫ്രീക്വൻസി. വീടുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ഹൗസ് ഹോൾഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എത്ര? 230 വോൾട്ട് ആൻഡ് 50 ഹെർട്സ്. ആൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇറ്റ് ഈസ് 400 വോൾട്ട്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എത്രയാണ്? 400 വോൾട്ടാണ്. അപ്പൊ ഇതൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ. അങ്ങനെ ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലോങ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ ലൈൻസ് വഴി ഈ ഇലക്ട്രിസിറ്റി നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ദ ട്രാൻസ്മിഷൻ ലൈൻ എന്ത് ചെയ്യും? ഗെറ്റ് ഹീറ്റഡ്. എന്നിട്ടോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ലോസ്റ്റ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് എനർജി. അപ്പൊ നമ്മൾ വളരെ ദൂരത്ത് നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രിസിറ്റി, ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ കൊണ്ടുവരുന്ന ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജിന്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? എനർജി ലോസ് ഉണ്ടാവുന്നു. അപ്പൊ എനർജി ലോസ് ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. എനർജി ലോസ് ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെ എനർജി ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ വീടുകളിലേക്ക് കിട്ടേണ്ട വൈദ്യുതി എന്ത് ചെയ്യില്ല? കിട്ടൂല. അപ്പോ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ജൂൾസ് ലോ H is equal to I square RT. In order to reduce the energy loss, that is the energy, electrical energy is lost in the form of heat energy. Appo heat energy reduce cheyan there are two methods. One is to reduce the strength of the current I. Current in the strength koraka. Number two, reduce the resistance of the transmission line. ട്രാൻസ്മിഷൻ ലൈനിന്റെ റെസിസ്റ്റൻസ് കുറക്കുക. ട്രാൻസ്മിഷൻ ലൈനിന്റെ റെസിസ്റ്റൻസ് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു യൂസ് തിക്ക് വയേഴ്സ്. അപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് നമ്മൾ തിക്ക് വയേഴ്സ് ഉപയോഗിക്കണം ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റെസിസ്റ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതെന്തല്ല, സാധ്യമല്ല തിക്ക് വയേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് in order to reduce the strength of the current. കറണ്ടിന്റെ സ്ട്രെങ്ത് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം.
But according to the equation, P is equal to IV. When I is reduced, there will be a change in the power. അവിടെ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് കുറക്കുമ്പോൾ പവർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ പവറിൽ എന്തുണ്ടാവാൻ പാടില്ല? മാറ്റം ഉണ്ടാവാൻ പാടില്ല. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? We have to increase the voltage in accordance with the decrease of the current. ഈ കറണ്ട് കുറയുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂട്ടിയിട്ട് നമുക്ക് പവറിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ എനർജി ലോസ് കുറക്കാൻ നമുക്ക് പറ്റും. എനർജി ലോസ് മിനിമൈസ് ചെയ്യാനുള്ള മാർഗം ബൈ ഇൻക്രീസിങ് ദ വോൾട്ടേജ് in accordance with the decrease of the strength of the current without any change in its power. പവറിൽ മാറ്റമില്ലാതെ കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എനർജി ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാം. നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു പവർ സ്റ്റേഷൻ. ഈ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാ അല്ലേ? സബ്സ്റ്റേഷനിൽ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളെ നാടുകളിലൊക്കെ എന്തുണ്ട്? ഈ ട്രാൻസ്ഫോമറുകളുണ്ട്, ചെറിയ ട്രാൻസ്ഫോമറുകൾ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നാണ് അതിന് പറയാം. സബ്സ്റ്റേഷൻ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇവിടൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ സബ്സ്റ്റേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ 4 ലൈൻസ് ആർ കമ്മിങ് ഔട്ട്. 4 ലൈൻസ് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാ 4 ലൈൻസ്? 3 ലൈൻസ് ആർ ഫേസ് ലൈൻസ്. 3 അതിൽ ഫേസ് ആണ്. ആൻഡ് 1 ഈസ് ന്യൂട്രൽ. ഒന്നെന്തായിരിക്കും? ന്യൂട്രലാ. അപ്പൊ 4 ലൈൻസ് വരുന്നുണ്ട്. 4 ലൈന് അല്ലേ? അപ്പോ ഇത് 4 ലൈന് വരുന്നതിൽ നോക്കിയേ, ഈ 4 ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നതാണെന്ത്? 4ാമത്തെ ലൈന്. അപ്പൊ ഇത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആൻഡ് ദിസ് ഈസ് ന്യൂട്രൽ ലൈൻ. ഇതില് 2 ഫേസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് അറിയോ? ഏത് 2 ഫേസ് ലൈൻ ആണെങ്കിലും 400 വോൾട്ട് ആണ്. ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലാണെങ്കിൽ ദാറ്റ് ഈസ് 230 വോൾട്ട്. ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലാണെങ്കിൽ എത്ര? 230 വോൾട്ട്. ന്യൂട്രലും എർത്തും തമ്മിലാണെങ്കിലോ, ഭൂമിയും തമ്മിലാണെങ്കിൽ ഇറ്റ് ഈസ് 0 വോൾട്ട്. ന്യൂട്രലും എർത്തും തമ്മിൽ എത്ര? 0 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എർത്തും ഫേസും തമ്മിൽ എത്ര ഉണ്ടാവും? 230 വോൾട്ട്. എർത്തും ഫേസും തമ്മിൽ എത്ര ഉണ്ടാവും? 230 വോൾട്ട് ഉണ്ടാവും. ഇതാണ് പവർ ട്രാൻസ്മിഷനും അതും ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. The next topic is household electrification. ഹൗസിൽ വീടുകളിലുള്ള ഡിവൈസസ് ഒക്കെ നമ്മൾ എങ്ങനെ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നുള്ള. There are mainly 2 methods. One is parallel method and another one is series method. But the best method is parallel method. ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? പാരലൽ മെത്തേഡാണ്. അപ്പൊ പാരലൽ മെത്തേഡാണ് നമ്മളൊക്കെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ സ്വീകരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണുന്നു. നിങ്ങൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചിത്രം കാണുന്നുണ്ട്. നോക്കിയേ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ആ പോസ്റ്റിൽ നിന്ന് ലൈന് വരുന്നുണ്ട്. ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ. നേരെ പോകുന്നത് എവിടേക്കാ? ഫസ്റ്റ് തന്നെ പോകുന്നത് കിലോ വാട്ട് ഹവർ മീറ്റർ, KWH മീറ്റർ. ആ നമ്മളെ വീട്ടിലുള്ള മീറ്ററിലേക്കാണ് ഫസ്റ്റ് എത്തുന്നത്. പിന്നെ നമ്മൾ പോകുന്ന എവിടുക്ക? മെയിൻ ഫ്യൂസ്. മെയിൻ ഫ്യൂസിന്ന് മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ചിന്ന് ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ദെൻ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അവിടുന്ന് നമ്മളെ സ്വിച്ച് ബോർഡിലേക്കാണ് പോകുന്നത് അല്ലേ? ഇതാണ് ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന്റെ ചിത്രീകരണം എന്ന് പറയുന്നത്. നോക്കിയേ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും there is a red color wire and that is ഫേസ് ലൈൻ. ആ ഫേസ് ലൈനിലാണ് ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഫ്യൂസ് ഈസ് കണക്റ്റഡ് ഇൻ ദി ഫേസ് ലൈൻ. Then there is a black colored wire that is neutral line and there is a green colored wire that is the earth line. അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് 3 ലൈന് വേണം. ഏതൊക്കെ? ഫേസ്, ന്യൂട്രൽ, എർത്ത്. അപ്പൊ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അയാൾ ഇലക്ട്രിഫിക്കേഷൻ നടത്തുമ്പോൾ
അയാൾ ഉപയോഗിക്കുന്ന വയേഴ്സിന്റെ കളർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏതൊക്കെയാണ്. റെഡ് കളർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഫേസ് ലൈൻ ആവണം. ബ്ലാക്ക് കളേർഡ് വയർ എന്തിനാവണം? ന്യൂട്രൽ ലൈൻ ആവണം. ആൻഡ് ഗ്രീൻ കളേർഡ് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ടു റെപ്രസെന്റ് ദി എർത്ത് ലൈൻ. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? എർത്ത് ലൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇനിയോ, എന്തുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ പാരലൽ കണക്ഷൻ ആണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം? അല്ലെ, അതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ കൺട്രോൾ ഈച്ച് ആൻഡ് എവറി ഡിവൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്വിച്ച്. സോ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഓരോ ഉപകരണത്തെയും നിയന്ത്രിക്കാൻ പറ്റും. എവറി ഡിവൈസ് ക്യാൻ ബി കൺട്രോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്വിച്ച്. സ്വിച്ചസ് ഉപയോഗിച്ചിട്ട് ഓരോ ഡിവൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വി ക്യാൻ പ്രൊവൈഡ് ഇലക്ട്രിക് കറണ്ട് ആസ് ദ നീഡ്. ഓരോന്നിനും ആവശ്യമായ കറണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ ഉപകരണത്തിനും എത്ര കറണ്ട് വേണം, ആ കറണ്ട് നമുക്ക് പാരലൽ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ 3, മൂന്നാമത്തത്, വി ക്യാൻ പ്രൊവൈഡ് സെയിം വോൾട്ടേജ് ടു ഓൾ ദ ഡിവൈസസ്. എല്ലാത്തിനും തുല്യമായിട്ടുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് 230 വോൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫോർത്ത് വൺ, നാലാമത്തത് എന്താണ്? എല്ലാ ഡിവൈസിന്റെ പുറത്തും അതിന്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പവറിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയും. എവറി ഡിവൈസ് ഇസ് മാർക്ക്ഡ് ഇറ്റ്സ് പവർ. ആ പവറിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഡിവൈസിനെയും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതാണ് 4 അഡ്വാൻറ്റേജസ്. അപ്പൊ പവറിനനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്വിച്ച് ഉപയോഗിച്ച് ഈച്ച് ആൻഡ് എവറി ഡിവൈസസ് ക്യാൻ ബി കൺട്രോൾഡ്. വി ക്യാൻ പ്രൊവൈഡ് കറണ്ട് ആസ് ദ നീഡ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യാം. വി ക്യാൻ പ്രൊവൈഡ് വോൾട്ടേജ് ടു എവറി ഡിവൈസസ്. എല്ലാത്തിനും തുല്യമായിട്ടുള്ള വോൾട്ടേജ്, സെയിം വോൾട്ടേജ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ഓൾ ഡിവൈസസ്. അതുകൊണ്ടാണ് പാരലൽ മെത്തേഡ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. Now you got it? Yes. Now we are moving to the next topic. Next topic എന്താണ്? Okay, watt hour meter. Watt hour meter. അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മളെ വീടുകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു മെഷീൻ, അല്ലേ? ഈ വാട്ട് അവർ മീറ്ററിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വരുന്ന സർവീസ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് അവർ മീറ്റർ എന്താണ്? വാട്ട് അവർ മീറ്റർ, ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. നമ്മളെ മാസം തോറും നമ്മളെ ലൈൻമാൻ വന്നിട്ട് മെഷർ ചെയ്യാറുണ്ട്, റീഡിംഗ് എടുത്ത് പോവാറുണ്ട്. അത് ഇതിൽ നോക്കിയിട്ടാ. സോ ദാറ്റ് ഈസ് ദി ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണത്, അല്ലേ? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് യൂസിങ് ദ യൂണിറ്റ് കിലോ വാട്ട് ഹവർ. ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാ? കിലോ വാട്ട് ഹവർ, KWH. ആൻഡ് ദാറ്റ് കിലോ വാട്ട് ഹവർ ഈസ് ആൾസോ നോൺ ആസ് യൂണിറ്റ്. അതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? യൂണിറ്റ്. കിലോ വാട്ട് ഹവറിന് പറയുന്ന പേരാണെന്ത്? യൂണിറ്റ്. ദാറ്റ് ഈസ് 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് ഹവർ. You got it? Okay. The commercial unit of electrical energy is kilowatt hour, KWH. A device of power 1000 watt, that is 1 kilowatt, when used for 1 hour, consumes 1 unit of electrical energy. ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചു എന്ന് എപ്പോഴാ പറയാ? 1000 വാട്ട് പവറുള്ള, 1000 വാട്ട് പവറുള്ള ഒരു ഡിവൈസ് 1 മണിക്കൂർ 1 ഹവർ പ്രവർത്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഒരു യൂണിറ്റ് 1 കിലോ വാട്ട് അവർ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തു എന്ന്. അങ്ങനെ നമുക്കറിയാം നമ്മൾ ഒരു മാസം നമ്മളെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കൺസ്യൂംഡ്, ആ എനർജി കൺസ്യൂം നമ്മൾ കാണാറുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ബൈ 1000. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വാട്ട് പവറുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് വർക്കിംഗ് ഫോർ 2 hours, 2 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിലാണെങ്കിൽ എനർജി കൺസ്യൂംഡ് എത്രയാണെന്നുള്ളത്, എനർജി കൺസ്യൂംഡ് എത്രയായിരിക്കും എനർജി കൺസ്യൂം ചെയ്തിരിക്കുന്നത് എന്നുള്ള. അപ്പൊ എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട്
into hour by 1000. Okay, എത്ര പവർ എത്ര 1000 into hour എത്ര 2 by 1000. 1000 and 1000 is cancelled, so we will get 2 kilowatt hour, or we can say 2 unit. അപ്പോൾ 2 കിലോവാട്ട് അവർ അല്ലെങ്കിൽ 2 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി എനർജി കൺസ്യൂംഡ്. നെക്സ്റ്റ് ടോപ്പിക്, സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഏതൊക്കെയെന്നുള്ള. നമ്പർ 1, ഒന്നെന്താണ് സേഫ്റ്റി ഫ്യൂസ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. വെൻ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിംഗ് occurs, the fuse wire melt and it protect the electronic devices. അല്ലേ, ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് ഇലക്ട്രിക് ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ആര്, സേഫ്റ്റി ഫ്യൂസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് MCP, ദാറ്റ് ഈസ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോൾ നമ്മൾ ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ത്, MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതേപോലെ തന്നെ ഓവർലോഡിങ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ മോർ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, ദ ബ്രേക്കർ ഈസ് ഓഫ്. ബ്രേക്കർ താഴും ഓട്ടോമാറ്റിക് ആയിട്ട്, നമ്മളൊക്കെ വീടുകളിലുണ്ട്, ബ്രേക്കർ താഴും. അപ്പൊ ബ്രേക്കർ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, നമ്മൾ അതിലുള്ള അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ റിക്കവർ ചെയ്തതിന് ശേഷം ആ ബ്രേക്കർ നമ്മൾ ഓണാക്കിയാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അതാണെന്ത്, MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇനി ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാ. ഇൻസുലേഷന്റെ തകരാറ് മൂലം എവിടെങ്കിലും ഒരു കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ ഫലമായി ഒരു കറണ്ട് ലീക്കേജ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ എർത്ത് ELCB ഉണ്ടെങ്കിൽ വി കുഡ് നോട്ട് ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് ഫ്രം എൻ ഇലക്ട്രിക് ഡിവൈസസ്. ആ ഉപകരണത്തിൽ നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ എന്ത് സംവിധാനത്തിൽ നിന്നും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കൂല. സോ ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക്. I got it. Then the third one is earthing. Earthing എന്ന് പറഞ്ഞാൽ connect an electrical device to the earth in order to flow the huge amount of electricity. അമിതമായി വരുന്ന ഇലക്ട്രിക് കറണ്ട് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന രീതിയിൽ, ഭൂമിയിലേക്ക് പോകണം, എർത്തിലേക്ക് പോകുന്ന രീതിയിൽ ആ ഇലക്ട്രിക് ഡിവൈസിനെ എർത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ, എർത്തിങ് എന്ന് പറയാം. 3 pin plug. 3 pin plug, 3 പിൻ ഉണ്ടെന്നാ. 3 പിൻ ഏതൊക്കെയാണ്, എർത്ത് പിൻ, ദെൻ ഫേസ് പിൻ ആൻഡ് ന്യൂട്രൽ പിൻ. നമ്മള് കൂടുതൽ പവറുള്ള ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടിട്ടുണ്ടാവും, അതിനെ പ്ലഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, 3 pin പ്ലഗ്. അതിൽ ഒരു പിന്ന് കണ്ടിട്ടുണ്ടാവും, നീളം കൂടുതലാണ്, അതിന്റെ ലെങ്ത്തും കൂടുതലാണ്, തിക്നെസ്സും കൂടുതലാണ്. ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് എന്താ, ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ സോക്കറ്റിനുള്ളിലേക്ക് ആ പ്ലഗ് കൊടുക്കുന്ന സമയത്തും ഏറ്റവും ആദ്യം ചെല്ലുന്നത് ആരാ, എർത്ത് പിന്നാണ്. ഇനിയോ ആ സോക്കറ്റിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം, ദ ലാസ്റ്റ് കമ്മിങ്, ഏറ്റവും അവസാനം വരുന്നത്, പുറത്തേക്ക് വരുന്നത് ആരെന്നാണ്, എർത്ത് പിന്നാണ്. അപ്പൊ ഏറ്റവും നീളം കൂടുതലുള്ള പിൻ ഏതാണ്, എർത്ത് പിൻ. അപ്പൊ നീളം കൂടുതലുള്ളത് കൊണ്ട് ആദ്യം സോക്കറ്റിലേക്ക് പ്രവേശിക്കും, ഏറ്റവും അവസാനം സോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. സോ ഇറ്റ് ഗിവ്സ് മോർ പ്രൊട്ടക്ഷൻ ടു ദി ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ദ യൂസർ. യൂസറിനും ഡിവൈസിനും അത് പ്രൊട്ടക്ഷൻ നൽകുന്ന. ഇനി തിക്നെസ് കൂടുതലുള്ളത് കൊണ്ട്, എർത്ത് പിന്നിൽ നിന്നുണ്ട് തിക്നെസ് കൂടുതലാ, തിക്നെസ് കൂടിയാൽ ദ റെസിസ്റ്റൻസ് ഡിക്രീസസ്, റെസിസ്റ്റൻസ് കുറയും. സോ ദ ഈസി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഒക്കേഴ്സ്. അപ്പോ എർത്തിലേക്ക് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ് കുറയുന്നു, തിക്നെസ് കൂടുതലുള്ളത് കൊണ്ട്. I got it. Then ഫേസ് പിന്നും ന്യൂട്രൽ പിന്നും രണ്ടിനും ഒരേ ലെങ്ത്തും ഒരേ തിക്നെസ്സും ആണ് ഉണ്ടാവുക. അതാണ് അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് നമ്മളെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിലുള്ളത്. ഇനി ഒരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്? ഒരു ഇലക്ട്രിക് ഷോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ള
നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നെവർ ഹാൻഡിൽ ദ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഓർ ഓപ്പറേറ്റ് ദ സ്വിച്ചസ് വെൻ ദ ഹാൻഡ്സ് ആർ വെറ്റ്. നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും സ്വിച്ച് ഇടാൻ പാടില്ല, ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് തൊടാൻ പാടില്ല. നമ്പർ 2, ഇൻസേർട്ട് ദ പിൻസ് ഇൻ ടു ദ സോക്കറ്റ് ആൻഡ് വിഡ്രോ ദം ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ സോക്കറ്റിൽ നിന്ന് പിന്ന് അതിലേക്ക് കൊടുക്കാനും ഇടാനും അല്ലെങ്കിൽ ഊരാനും പറ്റുള്ളൂ എന്നർത്ഥം. നമ്പർ 3, ഡു നോട്ട് ഓപ്പറേറ്റ് ദ ഡിവൈസസ് ഓഫ് ഹൈ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്സ്. ഓർഡിനറി സോക്കറ്റ്സിൽ ഒരിക്കലും നല്ല പവറുള്ള ഇലക്ട്രോണിക് ഡിവൈസിന്റെ പ്ലഗ് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സോക്കറ്റിലേക്ക് വെക്കാൻ പാടില്ല. അതിന് പവർ പ്ലഗ് സോക്കറ്റ് ഉണ്ടാവും, അവിടെ കൊടുക്കണം എന്നർത്ഥം. വിയർ റബ്ബർ ഫുട്വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസ്. നല്ല റബ്ബറിന്റെ ചെരുപ്പ് ധരിക്കണം ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. ഡു നോട്ട് ടച്ച് ദ ഇന്റീരിയർ പാർട്സ് ഓഫ് ദ കേബിൾ ടി വി അഡാപ്റ്റർ. കേബിൾ ടി വിന്റെ അഡാപ്റ്ററിന്റെ ഇന്റീരിയർ പാർട്ട് ഒരിക്കലും തൊടാൻ പാടില്ല. അവിടെ ഇൻസുലേറ്റഡ് ക്യാപ്പ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാലും അതൊരിക്കലും എന്ത് ചെയ്യണ്ട, ടച്ച് ചെയ്യണ്ട എന്നർത്ഥം. ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. ഇലക്ട്രിക് ലൈൻസിന്റെ തൊട്ടടുത്ത് പട്ടം പറത്തണ്ട. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, മാങ്ങ പറിക്കുമ്പോൾ അല്ലെ ചക്ക പറിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്തു, ലൈൻമെൻ ടച്ച് ചെയ്തു, ആള് ഷോക്കേറ്റ് മരിച്ചു എന്നൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. അല്ലേ, നമ്മളെ മുടി ഉണക്കുന്നതിന് വേണ്ടി ടേബിൾ ഫാനിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കരുത് എന്നർത്ഥം. ആ ഫാനിന്റെ ഉള്ളിലേക്ക് നമ്മളെ മുടി എന്ത് ചെയ്യും, കയറി പിടിക്കും. പിന്നെ അത് ഇറ്റ് വിൽ ലീഡ്സ് ടു എ ഡേഞ്ചർ. ഒരു വലിയ അപകടത്തിലേക്ക് നമ്മൾ അത് എന്ത് ചെയ്യും, കൊണ്ടെത്തിക്കും എന്നർത്ഥം. Ensure that there are no tall buildings or tall trees near electric lines. ഇലക്ട്രിക് ലൈൻസിന്റെ തൊട്ടടുത്ത് വലിയ കെട്ടിടങ്ങളോ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മരങ്ങളോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. Ensure that main switch and ELCB are switched off when maintenance work. മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സമയത്ത് മെയിൻ സ്വിച്ചും ELCB ഒക്കെ എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം എന്നർത്ഥം. ഇനിയോ സ്പെഷ്യൽ കേസ് ഉണ്ട്, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെ? ഡ്യൂറിങ് ലൈറ്റ്നിങ് അവോയ്ഡ് ഡൂയിങ് എനി വർക്ക് ദാറ്റ് വിൽ ബ്രിങ് യു ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്. ലൈറ്റ്നിങ് ഉള്ള സമയത്ത് ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ടുള്ള ഒരു പരിപാടികളും നടത്തരുത്. കാരണം എന്താ, ഓവർഫ്ലോ ഉണ്ടാവാൻ, എക്സസ് കറണ്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാ. പിന്നെ ഡിസ്കണക്ട് ദ പ്ലഗ് ഫ്രം ദ സോക്കറ്റ് വെനെവർ ദർ ഈസ് എ ചാൻസ് ഓഫ് ലൈറ്റ്നിങ്. ലൈറ്റ്നിങ്ങിന് ഒരു ചാൻസ് ഉണ്ട്, ഒരു മഴക്കാറൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, പ്ലഗ് ഒക്കെ ഊരി വെക്കുക സോക്കറ്റിൽ നിന്ന്. ഡ്യൂറിങ് ദ റെയിൻ ആൻഡ് വിൻഡ് ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി ടു ടച്ച് ദ ഗ്രൗണ്ട്. ദിസ് മേ കോസ് ഡേഞ്ചർ. വി ഹാവ് ടു ബി കോഷ്യസ് ഓൺ സച്ച് ഒക്കേഷൻസ്. ഈ പ്രളയ സമയത്തൊക്കെ നമുക്കറിയാം, ലൈന് പൊട്ടി വീഴുക, കാറ്റടിക്കുന്ന സമയത്ത് അതൊന്നും ആരും അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും, അതൊക്കെ ടച്ച് ചെയ്തിട്ട് കുറേ ആളുകൾ ഷോക്കേറ്റ് മരിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കിയേ, അതേപോലെ ഇഫ് വാട്ടർ എൻറ്റേഴ്സ് ഹോം ഡ്യൂ ടു ഫ്ലഡ് ഓർ അതർ റീസൺ, ഇപ്പൊ നടക്കുന്നതാണ് അല്ലെ, പ്രളയ സമയങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ആ വെള്ളം കയറുന്ന സമയത്ത് തന്നെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും മെയിൻ സ്വിച്ചും ELCBയും അതിൻ്റെ എല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് വെള്ളം ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട മെയിൻ സ്വിച്ച് ബോർഡ് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇനിയോ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ, ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയും. ബോഡിൻ്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഇൻക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന് ഒഴുകാനുള്ള കഴിവ് കുറയും. അപ്പോൾ ബ്ലഡിന് ഒഴുകാനുള്ള കഴിവ് കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൻ്റെ വിസ്കോസിറ്റി കൂടും. അപ്പോൾ ബ്ലഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത്, ഇൻ അഡീഷൻ മസിൽസ് ഓഫ് ദ ബോഡി കോൺട്രാക്ട്. ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഓൺലി ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് ദ വിക്ടിം ഫ്രോം ദ ഇലക്ട്രിക് വയർ. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇലക്ട്രിക് വയറൊക്കെ അയാളെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഡിസ്കണക്ട് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കണം? റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്. അയാളെ ബോഡി നല്ല മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൂട്ടുക, ബോഡിൻ്റെ ടെമ്പറേച്ചർ. ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കണം. പിന്നെ മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. അയാളെ മസിൽസ് ഒക്കെ എന്ത് ചെയ്യാം, നല്ല മസാജ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം. ദെൻ സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദി ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. നമ്മൾ പ്രഷർ അപ്ലൈ അല്ലേ, രണ്ട് ചെസ്റ്റിൽ കൈയൊക്കെ വെച്ചിട്ട് ആ രീതിയിലേക്ക് ചെയ്യാം. നൗ ദ ലാസ്റ്റ് വൺ, ടേക്കിംഗ് ടു ദി
ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരുന്ന കുറേ സംഭവങ്ങളാണ് അല്ലേ. നമ്മളെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഇങ്ങനൊരു അപകടം വരുമ്പോൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ബോധവാന്മാരാവണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർത്തെടുക്കുക. എല്ലാ പാഠഭാഗങ്ങളും വീഡിയോസ് കാണുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് വായിക്കുക, നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, സോ സ്റ്റേ സേഫ് അറ്റ് ഹോം. താങ്ക് യു. ഗുഡ് ബൈ.